ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡിംഗിലുള്ള ഒരു ഷെയർ എങ്ങനെ വിറ്റ് മാറാന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ഹായ് ഗൈസ്, മൈ നെയിം ഈസ് അഷ്റഫ്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സീരീസിന്റെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഹോൾഡിംഗ്സിലുള്ള ഒരു ഷെയർ വിറ്റ് മാറാന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാനും ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, NSE, BSE, ബ്രോക്കർ, ഈ കാര്യങ്ങളെല്ലാം ഡെപ്തിലി വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമുക്കൊരു ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയും കൂടി ഉണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ടെലഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് വീഡിയോസിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഒരു ഷെയർ സെല് ചെയ്യാൻ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഏഞ്ചൽ വൺ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ സ്റ്റോക്കും കാര്യങ്ങളും പർച്ചേസ് ചെയ്തും അക്കൗണ്ട് ഓപ്പണിംഗ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോസിലേക്ക് പോയിട്ട് ഷെയർ എങ്ങനെയാണ് സെല് ചെയ്ത് മാറാ ഹോൾഡിംഗ്സ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഏഞ്ചൽ വണ്ണിന്റെ ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നമുക്കിവിടെ താഴെ കാണാൻ വേണ്ടി പറ്റും പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആ ഒരു പോർട്ട്ഫോളിയോയിൽ നമ്മൾ ബൈ ചെയ്തിട്ടുള്ള ആ ഒരു ഷെയറും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഷെയർ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം അക്കൗണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. ഇവിടെ എൻ്റെ ഹോൾഡിങ്സിൽ കാണാൻ വേണ്ടി പറ്റും ഐഡിയ 6 ഷെയർ നമ്മൾ 15.53 പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള കറണ്ട് LTP നോക്കലാണെങ്കിൽ 14 രൂപയാണ്, 14.65 ആണ്. നമുക്ക് അവിടെ ഒരു ലോസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ എക്സാമ്പിളിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു ഷെയർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഷെയർ എങ്ങനെയാണ് കൊടുത്തു മാറുന്നുണ്ടാകുക? അതിന് വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഇവിടെ ഇക്വിറ്റി ഉണ്ട്, ഓവർവ്യൂ ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വിറ്റിയിലായിരിക്കും നമ്മുടെ ഷെയർസും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടാകുക. ഈ ഒരു ഷെയർ സെല് ചെയ്ത് മാറണമെന്നുണ്ടെങ്കിൽ വെരിഫൈ ടു സെല് എന്നുള്ള ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമുക്ക് TPIN ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, TPIN വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ BOID എന്ന് പറഞ്ഞൊരു ID ഉണ്ടാവും. ആ ഒരു ID ഫസ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്യുക, ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ ടു CDS എന്നുള്ള ആ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ എൻ്റെ ഒരു TPIN എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. ഈ ഒരു TPIN നമുക്ക് മെസ്സേജ് ആയിട്ടായിരിക്കും വരുന്നത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും. മെയിലിലും അതേപോലെ നോർമൽ മെസ്സേജിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് ഹിയർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു TPIN ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ BOID ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു പാൻ കാർഡ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു പാൻ കാർഡ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിവിടെ ആ ഒരു ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം. നമ്മുടെ രജിസ്റ്റേർഡ് ആയുള്ള മൊബൈൽ നമ്പറിലേക്കും അതേപോലെ തന്നെ മെയിലിലേക്കും ഒരു OTP വരുന്നുണ്ടാകും. ആ ഒരു OTP നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ആ ഒരു TPIN ജനറേറ്റ് ആകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം, ക്ലിക്ക് ഹിയർ കൊടുക്കാം, നോട്ട് നൗ. ഓക്കെ, അപ്പോൾ ആ ഒരു TPIN കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഡണ്ണ് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ TPIN ഒരു മെസ്സേജ് ആയിട്ട് മെയിലായിട്ടും വരുന്നുണ്ടാവും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ജനറേറ്റ് ആയുള്ള TPIN ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം വന്നിട്ട് നിങ്ങളുടെ ആ ഒരു TPIN സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഓരോ ദിവസവും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ TPIN ജനറേറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തേക്ക് ഇനി വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല വേറെ സ്റ്റോക്കും കാര്യങ്ങളും സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നാളെ നമുക്ക് നോക്കുന്ന സമയത്ത് വീണ്ടും ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഞാൻ വെരിഫൈ കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു OTP വരും, അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെരിഫൈ കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു TPIN എല്ലാ ദിവസവും വന്നിട്ട് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു ഓപ്ഷൻ കാര്യം. അത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് DDPA എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ആധാറും കാര്യങ്ങളിലും കൊടുത്തുകൊണ്ട്. ഓക്കെ, ഇപ്പം ഞാനത് കൊടുക്കുന്നില്ല. ഞാനത് സെല് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചെടുത്താണ്. ഇനി നമുക്ക് ആ ഒരു ഷെയർ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് സെല് ചെയ്യാൻ നോക്കാം. നമ്മുടെ ആ ഒരു ഇക്വിറ്റിയുടെ ഏരിയാസിലേക്ക് വരാം, അവിടെ ക്ലിക്ക് ചെയ്യാം, സെല്ല് കൊടുക്കാം. നമുക്ക് ആ ഒരു ഷെയർ വിറ്റ് മാറുകയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ളത്? 6 ക്വാണ്ടിറ്റി ആണുള്ളത്. മാക്സ് ക്വാണ്ടിറ്റി അവിടെ കാണിക്കുന്നുണ്ട്, ആ 6 കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ലിമിറ്റ് ഓർഡർ ആണോ മാർക്കറ്റ് ഓർഡർ ആണോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയുള്ള പ്രൈസിൽ നമുക്ക് കൊടുത്ത് മാറാൻ വേണ്ടി പറ്റും. ഇപ്പം 15 രൂപക്കാണ് നമുക്ക് ആ ഒരു ഷെയർ കൊടുത്ത് മാറേണ്ടതെങ്കിൽ 15 അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നേരെ മറിച്ച് കറൻറ്റ് പ്രൈസിലാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ കൊടുക്കാം. അതേപോലെ തന്നെ സ്മാർട്ട് ഓർഡർ ആയിട്ടുള്ള GTT ഓർഡേഴ്സ് എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ട്, GTT ഓർഡർ ഉണ്ട്. ഇതെല്ലാം നമുക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ ഓർഡർ ടൈപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് സെല് ചെയ്ത് മാറാനാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. പ്ലേസ് സെൽ ഓർഡർ കൊടുക്കാം, ശേഷം യെസ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു ഷെയർ നമ്മൾ വിറ്റ് ഒഴിവായിട്ടുണ്ട്.
ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇക്വിറ്റിയിൽ ഇപ്പോൾ നേരത്തെ 6 ക്വാണ്ടിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇവിടെ 0 ക്വാണ്ടിറ്റി ആണ് ആയിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ഷെയർ വിറ്റ് ഒഴിവായിട്ടുണ്ട്. നമുക്ക് നാളത്തേക്ക് നമ്മുടെ ആ ഒരു പോർട്ട്ഫോളിയോ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഐഡിയ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും. നാളെ നമുക്ക് ആ ഒരു ഐഡിയയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ അക്കൗണ്ടിലേക്ക് കയറിയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ നമുക്ക് ചാർജസ് ആയിട്ട് പോയിട്ടുള്ളത് 100 രൂപയായിട്ട് നമ്മൾ ഈ ഒരു ഫണ്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് 94 രൂപയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ എന്താണ് സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്, ലിമിറ്റ്, മാർക്കറ്റ് ഓർഡർ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ വേറെ ഏതെങ്കിലും ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഡെമോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രീതിയിൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു ചാനൽ അയച്ചു കൊടുക്കാം. നമുക്ക് അതേപോലെ ഫോറക്സ് റിലേറ്റഡ് ആയിട്ട് കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫോറക്സും കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് ടൗൺ സൈഡിൽ, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. ഞാൻ ഈ ഒരു ക്ലാസ് വൈൻഡപ്പിലാണ്. നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ നമുക്ക് ടെക്നിക്കൽ അനാലിസിനെ കുറിച്ചിട്ടും സ്ട്രാറ്റജിയെ കുറിച്ചിട്ടും സ്റ്റോക്ക് പിക്കിങ്ങിനെ കുറിച്ചിട്ടും ഓപ്ഷൻസിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.